ചാനൽ ട്രിനിറ്റി വോയിസ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം, തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയില്ലവൻ വാഴും. ആത്മമരണം മാറും, നീതിയില്ലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 9:13-14 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 9 വേർഡ്സ് 13 and 14. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. I do set my bow in the cloud, and it shall be for a token of a covenant between me and the earth. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. And it shall come to pass when I bring a cloud over the air, that the bow shall be seen in the cloud. Second session, requirements in the purpose driven life. God gave you a new life and a new nature when you accepted Christ. Now for the rest of your life on earth, God wants to continue the process of changing your character. The Bible says, may you always be filled with the fruit of your salvation, those good things that are produced in your life by Jesus Christ, for this will bring much glory and praise to God. We bring God glory by serving others with our gift. Each of us was uniquely designed by God with talents, gifts, skills and abilities. The way you are wired is not an accident. God did not give you your abilities for selfish purposes. They were given to benefit others, just as others were given abilities for your benefit. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവേർബ്സ് ചാപ്റ്റർ 8 വേർഡ്സ് 17 and 18. സദൃശ്യവാക്യങ്ങൾ 8:17-18 വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. I love them that love me, and those that seek me early shall find me. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. Riches and honor are with me, yeah, durable riches and righteousness. ഇനി ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 25 and 2 വേർഡ്സ് ചാപ്റ്റർ 2 വേർഡ്സ് 1. മത്തായി 1:25 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. And knew her not till she had brought for her firstborn son, and he called his name Jesus. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം
കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. Now when Jesus was born in Bethlehem of Judea in the days of Herod the king, behold, there came wise men from the east to Jerusalem. ഇനി നമുക്ക് 5th സെഷനിലേക്ക് പോവാം. 5th സെഷൻ ഫോർ ചിൽഡ്രൻ. ശലോമോന്റെ മഹത്വം വർദ്ധിക്കുന്നു. 1 രാജാക്കന്മാർ 4:20-21, 29-ാം അധ്യായം 32 മുതൽ 32-34 അധ്യായം 10-14-15. ശലോമോന്റെ ഭരണകാലത്ത് ഇസ്രായേൽ രാജ്യം മറ്റെന്നത്തെക്കാളും ശക്തമായിരുന്നു. അതുകൊണ്ട് മറ്റ് രാജാക്കന്മാർ പലപ്പോഴും വില കൂടിയ സമ്മാനങ്ങൾ അവന് നൽകി വന്നു. യഹൂദയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ അസംഖ്യമായിരുന്നു. അവർക്ക് വളരെ സമൃദ്ധിയും വലിയ സന്തോഷവും ഉണ്ടായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് ഫെലിസ്ത്യ ദേശവും തെക്ക് ഈജിപ്ത് വരെയും ശലോമോൻ ഭരിച്ചു. അവർ അവന് നികുതി നൽകി വന്നു. ദൈവം ശലോമോന് കൂടുതൽ ജ്ഞാനവും അറിവും നൽകി. അവൻ 3000 സദൃശവാക്യങ്ങളും 5000-ത്തിലധികം ഗാനങ്ങളും എഴുതി. അവൻ എല്ലാ ഇനം മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും സംസാരിച്ചു. അവൻ എല്ലാ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും പറഞ്ഞു. ദൂരെയുള്ള രാജാക്കന്മാർ അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കാൻ ആളുകളെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. ഓരോ വർഷവും ശലോമോൻ രാജാവിന് 20,000-ത്തിലധികം ടൺ സ്വർണം ലഭിച്ചിരുന്നു. കൂടാതെ കച്ചവടക്കാരിൽ നിന്നും നികുതിയും ലഭിച്ചു. അറേബ്യൻ രാജാക്കന്മാരുമായുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്ന് ധാരാളം പണം സമ്പാദിച്ചു. ശലോമോന്റെ മഹാദൗത്യം. 1 രാജാക്കന്മാർ 6:1, 7, 15, 19, 21, 22, 38 വാക്യങ്ങൾ. ദാവീദ് രാജാവിന് തൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിന് യെരുശലേമിൽ ഒരു ആലയം പണിയണം എന്നതായിരുന്നു അത്. നിയമപ്പെട്ടകം സൂക്ഷിച്ചിരുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരം എന്നറിയപ്പെട്ടിരുന്ന ഒരു വലിയ കൂടാരത്തിലായിരുന്നു. ഇസ്രായേലിയർ കനാനിലേക്കുള്ള യാത്രയിൽ ഈ കൂടാരത്തിലാണ് ദൈവത്തെ ആരാധിച്ചത്. കൂടാരം ഈ സമയത്ത് ശമൂവേൽ ദൈവസ്വരം കേട്ട ശീലോവിൽ ആയിരുന്നു. ദാവീദ് നിയമപ്പെട്ടകം കൂടാരത്തിൽ നിന്നെടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുപോയിരുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യമായ സ്ഥലമല്ല കൂടാരമെന്ന് ദാവീദ് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി യെരുശലേമിൽ ഒരു സ്ഥലം വാങ്ങി ആലയം പണിക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുവാനും തുടങ്ങി. ആലയ നിർമ്മാണം തൻ്റെ മകനായ ശലോമോന് വിട്ടുകൊടുക്കുവാൻ ദാവീദിനോട് ദൈവം അപ്പോൾ പറഞ്ഞു. സോർ രാജാവായ ഹീരാമുമായി ശലോമോൻ ഒരു ഉടമ്പടി ചെയ്തു. ആലയം പണിക്ക് ആവശ്യമായ ദേവദാരുവും സരണമരങ്ങളും ആശാരിമാരെയും അവർ നൽകണം. അതിനു പകരമായി ശലോമോൻ ഹീരാം രാജാവിന് ടൺ കണക്കിന് ഗോതമ്പും ധാരാളം ഒലിവെണ്ണയും എല്ലാ വർഷവും നൽകി. ആലയം പണിക്ക് വേണ്ടി മരം മുറിച്ചുകൊണ്ട് വരുവാനും വലിയ കല്ലുകൾ കൊണ്ടുവരുവാനും ശലോമോൻ രാജാവ് 1000-കണക്കിന് ആളുകളെയും നിയോഗിച്ചു. തൻ്റെ ഭരണത്തിൻ്റെ 4ാമത്തെ വർഷം ശലോമോൻ ആലയം പണി തുടങ്ങി. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ശ്രദ്ധയോടെ വെട്ടി കുറവ് തീർത്ത വലിയ കല്ലുകളായിരുന്നു ആലയത്തിന് ഉപയോഗിച്ചിരുന്നത്. തറ മുതൽ മച്ചു വരെ അകമതിൽ പൊതിഞ്ഞിരുന്നത് ദേവദാരു മരം കൊണ്ടായിരുന്നു. ആലയത്തിൻ്റെ പിൻഭാഗത്ത് ഒരു അന്തർമന്ദിരം പണിതു. നിയമപ്പെട്ടകം അവിടെയാണ് വെക്കേണ്ടിയിരുന്നത്. അകത്തെ മുറിയുടെ വലിയ കതകുകൾക്ക് കുറുകെ സ്വർണ്ണച്ചങ്ങല പിടിപ്പിച്ചിരുന്നു. കതകുകൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തെ യാഗപീഠത്തിനുള്ളതുപോലെ ആലയത്തിൻ്റെ ഭിത്തികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്ങനെ ദൈവം നൽകിയ മാതൃക പ്രകാരം തന്നെ ശലോമോൻ ആലയം പണി പൂർത്തിയാക്കി. 7 വർഷം കൊണ്ടാണ് അവൻ ആലയം പണിതത്. അപ്പോൾ 5 സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.